കിടന്ന സമയം കളിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാ പറയും, നമുക്ക് അതിന് ചേരാം. അവളുടെ ഇഷ്ടത്തിന് ചേർക്കണമെങ്കിലൊക്കെ നല്ല മാർക്ക് വേണ്ടേ? എല്ലാ വിഷയത്തിനും A+ വേണം. അതില്ലല്ലോ. മാർക്കൊക്കെ ഉണ്ട്. എന്നാ നിന്റെ മനസ്സിൽ എന്താ വെച്ചാ അത് പറയും. അയ്യോ എനിക്കങ്ങനെ ഐഡിയ ഒന്നുമില്ല. എനിക്ക് ആകെപ്പാടെ എഞ്ചിനീയറിങ്, MBBS, ഡിഗ്രി അതൊക്കെ അറിയുള്ളൂ. നമുക്ക് അറിയുന്ന ഏതെങ്കിലും കോഴ്സിന് വിടാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോക്കോട്ടെ. അതാ ഏറ്റവും നല്ലത്. എന്തെങ്കിലും ഒരു ഈ ജോലി കിട്ടാൻ സാധ്യതയുള്ള കുറെ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഏട്ടാ ഇപ്പൊ. ജോലി കിട്ടണം എന്താ വർക്ക്ഷോപ്പിൽ കൊണ്ട് നിർത്താൻ മതിയാ? പറയണ അങ്ങോട്ട് കേൾക്കാതെ. അത് എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് പറ. അതായത് ഈ ഇപ്പൊ എല്ലാരും വിദേശത്തോട്ടൊക്കെ പോവാല്ലേ, അപ്പൊ ഞാനും അങ്ങനെ പോവാണെങ്കിൽ അവിടെ ആവുമ്പോ MBBS ചെയ്യാൻ പറ്റും. എന്റെ പൊന്നു കൊച്ചെ, വിദേശത്തൊക്കെ പോയി പഠിക്കണമെങ്കിൽ നല്ല പൈസ വേണം. അതൊക്കെ പൈസക്കാർക്ക് പറഞ്ഞതാണ്, നമുക്ക് പറഞ്ഞതല്ല. ആ കാവുമ്പാട്ട് കിടക്കണ 1 ഏക്കർ അങ്ങോട്ട് വിൽക്കണം. നിനക്ക് തലക്കുന്ന വെളിവില്ലേ? ആ സ്ഥലം വിൽക്കാനോ? കൊച്ചു ഡോക്ടറാവും അത് വിറ്റിട്ടുണ്ടെങ്കിലേ. എന്നാ പിന്നെ എന്തിനാ മുഴുവൻ വെക്കുന്നതിന് പകുതി വിറ്റാ പോരെ? ആ പുഷ്പാവതിയുടെ ആ മോൻ ചെറുക്കനില്ലേ, അവനിപ്പോ ഡോക്ടറായിട്ട് എന്താ പേരെന്നറിയോ? അതുപോലെ എന്റെ മോളെ കാണുമ്പോഴും ആൾക്കാരൊക്കെ ഒന്ന് ബഹുമാനിക്കട്ടെ. ഡോക്ടർ ലക്ഷ്മി. ആഹാ, നന്നായിരിക്കും കേട്ടാ. ആ സ്ഥലം അങ്ങോട്ട് വിറ്റോ മോളെ. നിനക്ക് ഏത് രാജ്യത്തെ പോകണ്ട വെച്ചോ നോക്കി വെച്ചോ. അവിടെ പോവാ, ഡോക്ടർ ആവാ. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ടേ ആ ഭാഗത്ത് ഒരു കെട്ടിടം അങ്ങോട്ട് പണിതിട്ട് അവിടെ ഡോക്ടർ ലക്ഷ്മി എന്നൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ച് അവിടെ ഇരിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു ആശുപത്രി അങ്ങോട്ട് തുടങ്ങാലോ. ഇതിനൊക്കെയുള്ള പൈസ എവിടുന്നാണ്? നിന്റെ തറവാട്ടിൽ കൊടുത്തിട്ടുണ്ടോ? ആ എന്റെ സ്ഥലത്ത് തേങ്ങയും മാങ്ങയൊക്കെ പിന്നെ വിറ്റ് കിട്ടണം. ഹായ്, ആ ഞാൻ MBBS. നീയാ? സിനിമ. ഓ സെറ്റ്. ഇങ്ങോട്ട് എന്താ വിശേഷങ്ങളൊക്കെ? എന്താ മഴ 2 ദിവസമായിട്ടില്ലേ? എന്താ ഒഴുക്കിങ്ങനെ? അല്ല ഞാനേ എന്താ ഇവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ അതന്നെ ഇവിടെ ആലോചന. ഇതന്നെ ചർച്ച. ഇപ്പൊ എന്താ മറ്റേ ഞാൻ പറഞ്ഞേ, ഈ പഠിപ്പാ കഴിഞ്ഞ എന്തെങ്കിലും ഒരു പണിക്ക് കയറാൻ പറ്റണോ? അതെ അതെ. ഇപ്പൊ ഇവനക്ക് ഇപ്പൊ ആഗ്രഹം ഇപ്പം പറഞ്ഞ എന്താ പറഞ്ഞേ? സിനിമയുടെ അല്ലേ, ഫിലിം മേക്കിംഗ് അത്ര. വേണ്ട വേണ്ട വേണ്ട, സിനിമയ്ക്കൊന്നും പോണ്ട. അതൊക്കെ അപകടമാണ് അല്ലേ? പിന്നെ അത് കേക്ക് നമ്മൾ സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊന്നു മോനെ, സിനിമയൊക്കെ വിജയിക്കണം. ഇതില്ലെങ്കണ്ടല്ല തുള്ളി വെള്ളം ഇന്ന് കിട്ടാനുള്ള വരുമാനം ഉണ്ടാവില്ല. എടാ ചെക്ക പേരും പ്രസിദ്ധി വീങ്ങാൻ പറ്റുമോ? വിശക്കുമ്പോ തിന്നാണ്ടാക്കണ്ടേ? അതെ അതെ, അതിനുള്ള കാര്യല്ലേ നോക്കുക. അത് മനസ്സിലായി. മോളിപ്പോ എന്താ എന്തിനാ? അവള് ഡോക്ടറാക്കാൻ പോവാ ഞങ്ങള്. ഉണ്ടോ? പുറത്തുണ്ടോ വിദേശ രാജ്യത്ത് ഏതെങ്കിലും ഒന്ന് നോക്കിട്ടേ അവിടെ വിട്ടിട്ട് അവിടത്തെ ഡോക്ടർ പഠിപ്പും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാ പിന്നെ നല്ല ഡിമാൻഡ് ആയില്ലേ? ഉണ്ടോ? ഇനിയിപ്പോ ഓരോ ആശുപത്രിയിലും കിട്ടില്ല. അവന്റെ ഉമ്മർത്തൊരു ആൾക്കാർ അല്ല അത് തീരുമാനിച്ചതേ ആ ഭാഗത്ത് ഒരു കെട്ടിടം വെച്ചിട്ട് അവിടെ ഡോക്ടർ ലക്ഷ്മി. ഇങ്ങനത്തെ പണിയാണ് തെരഞ്ഞെടുക്കുക. അല്ലാണ്ട് കണ്ണ് കണ്ട ചാക്കമാരെ മാറ്റി സിനിമ നാടകം ഒന്നും പറഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടക്കല്ല. അതൊക്കെ ഒരു ഒന്നാമത്തെ അതൊക്കെ ഒരു പണിയിൽ കൂട്ടാൻ പറ്റും. ഒരു കാര്യം പറയട്ടെ, ഏറ്റവും നല്ല പരിപാടി ഡിഗ്രിക്ക് പോലാണ്. എന്നിട്ട് അതിന്റെ PG എടുക്കുക. അതിന് വേണമെങ്കിൽ മറ്റേ BEd അല്ലെങ്കിൽ നെറ്റോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ കോളേജിലെ പ്രൊഫസർ ആയിക്കൂടെ? സ്കൂളിലും കോളേജുകളിലും പഠിപ്പിക്കാൻ സാറായിട്ട് നടന്നൂടെ? എന്താ ചുമക്കുവാനോ? എന്താ ഉദ്ദേശിക്കണ? ഈ ആദ്യം പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് പടത്തോനോട് തേട് ഒരു നല്ല ജോലി കിട്ടാൻ എന്താ ഞാൻ പഠിക്കേണ്ടതെന്ന്. രണ്ട് ഈ വെള്ളിയാഴ്ച മതി ഇത്ര ബനെ തീരുമാനിക്കാൻ. ഇവിടെ ഉള്ളവരെ തീരുമാനിച്ചിട്ടില്ല അതുവരെ. പന്റെ മാതിരി തന്നെ പഠിക്കണ ഒരു കുട്ടിയല്ലേ അല്ലേ? അപ്പൊ അത് തെരഞ്ഞെടുത്തണ്ടല്ലേ ഡോക്ടറായിട്ട്? അതല്ല അങ്കള, ചിലപ്പോ ഇവൻ മറ്റേ മൾട്ടിമീഡിയക്കൊക്കെ പോവാണെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നത്. അതെന്താ ദൃഷ്ടിയെ പണിയോ? അല്ല അത് ഈ സിനിമയുടെ ഒക്കെ തന്നെ. ഇത് പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലാവുള്ള ചെക്കന്. മൾട്ടിമീഡിയ എല്ലാം പഠിപ്പിക്കില്ലടാ, സിനിമയൊക്കെ മുക്കും വരെയൊക്കെ പഠിപ്പിക്കുള്ളൂ, എല്ലാം പഠിപ്പിക്കൂല. ഇനി മൾട്ടിമീഡിയ ആണ്. അത് കഴിഞ്ഞിട്ട് പോണത് ഈ സിനിമക്ക് തന്നെയല്ലേ? അത് നമ്മുടെ കുടുംബത്തേക്ക് പറ്റൂല. അതാ ഞാൻ ഈ പറഞ്ഞത്. ആദ്യൊരു വരുമാനം ഉണ്ടാവട്ടെ. ആദ്യൊരു വരുമാനം, ഒരു തൊഴിലൊക്കെ ഉണ്ടാവട്ടെ. അത് മതി. അത് തീരുമാനിച്ച് ആ കുട്ടി ഡോക്ടർ ആവാൻ വേണ്ടിയുള്ള ശ്രമം. അത്രക്ക് അധ്വാനം ഉണ്ടോ അപ്പൊ എനിക്ക് ഈ ഒരു ടീച്ചറാവാന്? മറ്റേ സത്യട്ടങ്ങൾ പറഞ്ഞ എന്താ BEd അല്ലേ? അത് മതി. ഞങ്ങളുടെ ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് ജലപാന ഇറങ്ങണ്ട വിചാരിക്കണേ. ഈ കാര്യം ഒന്നും തീരുമാനാവാത്ത കാരണം ഒന്നും വേണ്ട. ഞാനിതൊന്ന് ചോദിച്ചറിയാച്ചിട്ടുണ്ട് പോകുന്നതാണ്. എന്നാ ശരി എന്നാല്. ആയിക്കോട്ടെ. നടക്കന്റെ മൾട്ടിമീഡിയ ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. മൾട്ടിമീഡിയ നേരാ വല്ല പണിക്കും പോയി കുടുംബം നോക്കാന്നല്ലാണ്ട് നടക്ക്. അച്ഛാ
പറയുന്നത് പക്ഷെ ശരിയാണ്. മൾട്ടിമീഡിയ നല്ലതാണ്. മോളെ മൾട്ടിമീഡിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവനത് പറ്റില്ല. ആ കോയയുടെ കുടുംബത്തിൽ നടക്കില്ല. കാരണം അവനാ ചെക്കനെ ഒരു സ്വരവും കൊടുക്കണ്ടാവില്ല. അതിന് മാത്രമുള്ള ബുദ്ധിയില്ല ചെക്കന്. അതാണ് അവന് ഇതാണല്ലേ അത് പഠിച്ചിട്ട് എന്തെങ്കിലും. അതെ, ആ സ്ഥലം വിൽക്കാനായിട്ട് ആരുടെങ്കിലും ഒന്ന് പറയും. ഞാൻ ഇത്രയും പേരുടെ അഡ്രസ്സ് തന്നിട്ട് ഇതിൽ ഒരാളെങ്കിലും ഇയാൾ കോണ്ടാക്ട് ചെയ്തോ? അല്ല ഇപ്പൊ തുടങ്ങാൻ നോക്കുക. എപ്പ തുടങ്ങാനാണ് ഇനി? ഇപ്പം വിളിക്കാം സാറേ. വിളിക്കടോ. ഒരുങ്ങിയുന്നുണ്ട്. ഹലോ, ജീവനല്ലേ? ജീവനോട് സംസാരിക്കടാ. ആ, ഞങ്ങള് ഈ സെൻട്രൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞല്ലേ? ആ അതെ. അല്ല ഇനിയിപ്പോൾ എന്താ പരിപാടി? അങ്ങോട്ട് പഠിക്കണ്ടേ? ആ ആ അത് ശരിയാ. അല്ല ഞങ്ങൾ ഇപ്പം വിളിച്ചതെന്ന് വെച്ചാൽ ഹലോ 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 കട്ടാക്കി സാറേ. കട്ടാക്കും. നീ എന്താണ് സംസാരിച്ചത്? നീ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ? നീ ഇത് എന്ത് ഭാഷയിലാണ് സംസാരിക്കണേ? ഇപ്പം എൻ്റെ നാടിൻ്റെ ഭാഷയല്ലേ ഇത്? കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നും വരുന്ന കുട്ടികളാണ്. അവരോടൊക്കെ ഈ ഭാഷ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? അത് ഞാൻ മാറ്റി പറയാനി. എന്തിന്? വേറെ ഭാഷയിൽ പറയാ. ആ നോക്ക്, വിളിക്കാൻ അടുത്താരാ? ലക്ഷ്മി. ലക്ഷ്മിനെ നീ വിളിക്കണ്ട. അല്ല ഞാൻ വിളിക്കാം. നീ വിളിക്കേണ്ടത് ഞാൻ വിളിച്ചോളാം. ഞാൻ നല്ലോണം പറയാ. നീ മിണ്ടായിരിക്കും. ഹലോ ഹലോ, ലക്ഷ്മി അല്ലേ? ഞാൻ ലക്ഷ്മിയുടെ അച്ഛനാ. ആരാ? സെൻട്രൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സുഗതനാണ് സംസാരിക്കുന്നത്. മോളുടെ +2 ഒക്കെ കഴിഞ്ഞു എന്നറിഞ്ഞു. മോളുടെ തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയാനാ. മോൾക്കൊന്ന് കൊടുക്കാവോ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ലക്ഷ്മി, ലക്ഷ്മി ഇങ്ങനെ എന്തേ? വാ അങ്ങോട്ട് വേഗം. ആരാ? നിനക്കാണ്. എടുത്തു നോക്ക്. ഹലോ. ഞാൻ സെൻട്രൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. മോളുടെ +2 കഴിഞ്ഞു എന്നറിഞ്ഞു. അഭിനന്ദനങ്ങൾ. മോള് തുടർന്ന് എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ MBBS. അല്ല, അതിന് എൻട്രൻസ് ഒക്കെ എഴുതി നല്ല മാർക്ക് വേണ്ടേ? അല്ല ഞാൻ ഇവിടെ അല്ല, ഞാൻ പുറത്തുപോയി പഠിക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. മോള് ഫോൺ ഡാഡിക്ക് കൊടുക്കും. ഡാഡിക്ക് കൊടുക്കും. അച്ഛൻ്റെ ഹലോ, ലക്ഷ്മി ഡാഡിയുടെ പേരെന്താ? എൻ്റെ പേര് സത്യശീലൻ. മിസ്റ്റർ സത്യശീലൻ. അല്ല, ഒന്നും തോന്നരുത്. ഈ ഇന്നത്തെ കാലത്ത് ഈ ഡോക്ടർ ആവുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഡോക്ടർ ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട് മുഴുവനും ഡോക്ടറാണ് ഇപ്പോൾ. വെറും 25,000 രൂപ സാലറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡോക്ടർമാർ ക്യൂ നിൽക്കുകയാണ്. അതിൽ നല്ലത് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നല്ലേ? അല്ല, അത് മാത്രമല്ല, ഈ വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ, അതും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതല്ലേ? അല്ല അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാനെന്താ പറയാന്ന് കാരണം എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളെ വിദേശത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ മകളെ ഇതേപോലെ വിദേശത്താണ് പഠിക്കാൻ വിട്ടത്. പഠനം പൂർത്തിയായപ്പോൾ തന്നെ ഒരു അസർബൈജാനിൽ ഒരു പയ്യനുമായിട്ട് ലവായിട്ട് കല്യാണം കഴിച്ച് ഒളിച്ചോടി പോയി. ഇപ്പം അവൻ്റെ കൂടെയാണ് താമസം. മലയാളം പോലെ കൊച്ചിനെ കയറി സംസാരിക്കാൻ അറിയാൻ നാടായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചൂടെ എന്ന് പറഞ്ഞു എന്ന് മാത്രം. അതിന് ചെറിയൊരു ഇതുണ്ട്, പക്ഷെ നമ്മളതിപ്പോ അങ്ങനെ നോക്കിയിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഇപ്പൊ ഏതൊക്കെ കോഴ്സുകളാ? ഒന്ന് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, പിന്നെ അപ്ലൈഡ് ജിയോളജി, പിന്നെ ഫുഡ് ക്വാളിറ്റി കൺട്രോൾ, ഒക്കേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി സാറേ. ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷൻ തെറാപ്പി എന്നല്ലേ പറഞ്ഞു? അല്ല, ഇടക്കാരല്ലേ? ആ കോഴ്സുകളാണ് കൊടുക്കുന്നത് സാർ. സാറേ, ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടിക്ക് ജോലി കിട്ടും. അത് വിദേശത്തൊക്കെ 5 ലക്ഷത്തിന് മുകളിൽ ശമ്പളം ഉറപ്പാണ് സാർ. പിന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അതെ, അപ്പം നിങ്ങളുടെ മോളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. അതെ അതെ, ആലോചിച്ചിട്ട് മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചിന്തുന്നത് ഒരു കുട്ടീൻ്റെ രക്ഷിതാനോട് വെച്ചിട്ട് അസർബൈജാൻ്റെ ഒപ്പം പോകുന്നല്ല പറയണ്ടേ നിങ്ങൾ? അല്ല പിന്നെ ഞാൻ എങ്ങടെ പോണ്? ഈ കുണ്ടന്നൂർക്ക് പോകുന്നു പറയണം. അല്ല, ഇത് എന്തിനാ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുക നിങ്ങൾ?
നീ ഇവിടെ ഇരുന്നോടെ. അല്ല ഞാൻ ഇരിക്കില്ല, ഞാനവിടെ ഇരിക്കും. എന്നപ്പോ ഈ വിളിച്ച കക്ഷി അയാളുടെ ഒരു കൂട്ടുകാരന്റെ മോള് US എവിടെയോ പഠിക്കാൻ വേണ്ടി പോയിട്ട് ഒരു അസർബൈജാൻകാരന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. ആ പെൺകുട്ടികളാകുമ്പോ നമുക്ക് അതൊരു ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിനിപ്പം തൊട്ടാ അതിപ്പോ എവിടെ പഠിച്ചാലും അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ പോവും. അത് നമ്മൾ ഡീസന്റ് ആയിട്ട് ഇരുന്നാൽ മതി. എനിക്ക് കുഴപ്പം, ഞാൻ ഡീസന്റ്. അവരുടെ കയ്യിൽ ഏതൊക്കെയോ കോഴ്സുകളുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഇനി ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടുമെന്ന്. അതല്ല എനിക്ക് തോന്നി. എനിക്ക് അല്ല അതെ, അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇപ്പം ഞാനത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായില്ല കേട്ടാ. നീ ഒരുപാട് ദൂരെയൊക്കെ പോയി നിന്നാല് അത്രയും ദിവസം നമ്മൾ കാണാതെ നിക്കണം. നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് വേണ്ട, അച്ഛൻ പറയണ മതി. മാത്രല്ല അവിടെ എന്താ കോഴ്സ് പോയി നോക്കുന്നതിന് എന്താ കുഴപ്പം? നോക്കുള്ളൂ, ഞാൻ പോവും. എടി നീ അത് കേട്ട് നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിച്ചാൽ മതിയില്ല ഏതാ വേണ്ടേ. അതാ പറയുന്നത്. അല്ലാണ്ട് എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഇതിൽ ചാടി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. നിങ്ങളുടെ കുട്ടിക്ക് 3 A+ അല്ലേ ഉള്ളൂ.